എല്ലാ ഭരണാധികാരികളെയും നിയമിക്കുന്നത് ദൈവമാണ്. പക്ഷേ അവരെ തിരഞ്ഞെടുക്കുവാനും അവർക്ക് വോട്ട് ചെയ്യുവാനും ദൈവം നമ്മെ അനുവദിക്കുന്നു. തുടർന്ന് അധികാരത്തിലേറിയവർ യോഗ്യരായ നേതാക്കളെക്കാൾ യോഗ്യതയില്ലാത്തവരാണെങ്കിൽ നമ്മൾ എങ്ങനെ വോട്ട് ചെയ്തു എന്നതിൻ്റെ അനന്തര ഫലങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കണം. ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് 1 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇസ്രായേൽ തങ്ങളുടെ രാജാവായ ദൈവത്തെ നിരസിക്കുകയും തന്മൂലം ദൈവം അവർക്കൊരു രാജാവിനെ നൽകുകയും ചെയ്തു. ഇവിടെ സന്ദേശം വളരെ ലളിതമാണ്. ചില പരിമിതികൾക്കുള്ളിൽ നമ്മുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു. അതിനാൽ നിങ്ങളുടെ രാജ്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് രാജ്യത്തെ പൗരന്മാർ വിവേകത്തോടെ വോട്ട് ചെയ്യുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് രാജ്യത്തിന്മേലുള്ള ദൈവിക അനുഗ്രഹം നേതാക്കളെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ വിശ്വാസികളായ ഓരോ സ്ത്രീയും പുരുഷനും പാലിക്കേണ്ട ദൈവിക തത്വം എന്താണ്? നാം വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ വിഡ്ഢിത്തമായി വോട്ട് ചെയ്താൽ വിഡ്ഢിത്തമായി ഫലം കൊയ്യും. ഗലാത്യർ 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് എഴുതിയിരിക്കുന്നു. നാം വോട്ട് ചെയ്യുന്ന രീതിയുടെ ഫലം നമ്മൾ തന്നെ കൊയ്യുമെന്ന് ഓർക്കണം. അതിനാൽ നാം വീണ്ടും ചോദിക്കുക, നിങ്ങൾ എങ്ങനെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നു? തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി കള്ളം പറയുകയും എതിരാളികളെ അപകീർത്തിപ്പെടുത്തുകയും വഞ്ചിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ ഓരോ രാജ്യത്തും പൗരന്മാർ തിരഞ്ഞെടുക്കുന്നു. അവർ അനുവദിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് അവർക്ക് പ്രധാനമായതിനാൽ ഏത് മാർഗവും അവർ സ്വീകരിക്കുന്നു. നുണകൾ പ്രചരിപ്പിക്കുന്നു, എതിർക്കുന്നവരെ കൊന്നുതള്ളുന്നു. ഇക്കൂട്ടർക്ക് ദൈവഭയമില്ല, അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുമില്ല. ഇങ്ങനെയുള്ളവരെ ജനം തിരഞ്ഞെടുത്താൽ ദൈവം വിഡ്ഢിയല്ലാത്തത് കൊണ്ട് ഒരു ജനസമൂഹം വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഈ അരാജകത്വ വാഴ്ചയ്ക്ക് നിങ്ങൾ പൗരന്മാർ തന്നെയാണ് കാരണം. ഖേദകരമെന്ന് പറയട്ടെ, പലരും ബൈബിൾ തത്വങ്ങളെ അടിസ്ഥാനമാക്കി വോട്ട് ചെയ്യുന്നില്ല. ഈ തത്വങ്ങളെ പറ്റി പലർക്കും അറിവില്ല എന്നതാണ് വാസ്തവം. ഈ വീഡിയോയുടെ ഉദ്ദേശം നാം വോട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമ്മെ നയിക്കാൻ, നമ്മെ വഴികാട്ടാൻ 4 ബൈബിൾ തത്വങ്ങൾ നിങ്ങൾക്ക് നൽകുക എന്നതാണ്. ഇതിൽ ആദ്യത്തെ തത്വം, നേതാക്കൾ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നവരും ദൈവഭക്തിയുള്ളവരുമായിരിക്കണം. ദൈവ ഇഷ്ടം ചെയ്യുവാൻ തടസ്സം നിൽക്കാത്തവരും ആയിരിക്കണം. ഇതാണ് ആദ്യത്തെ തത്വം. ആദ്യത്തെ ബൈബിൾ തത്വങ്ങൾ കർത്താവിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാവുന്നതാണ്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ. ഈ പ്രാർത്ഥനയുടെ ആദ്യത്തെ 3 വാക്യങ്ങൾ പിതാവായ ദൈവത്തെ കേന്ദ്രീകരിക്കുന്നു. എല്ലാ സൃഷ്ടികളും ദൈവത്തെ വിശുദ്ധനായി കണക്കാക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കാൻ യേശു ക്രിസ്തു നമ്മോട് പറയുന്നു. അടുത്തതായി, അവന്റെ രാജ്യം ഉടൻ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവന്റെ ഇഷ്ടം നമ്മുടെ ഭൂമിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വേണം. അതായത് എല്ലാ രാജ്യങ്ങളിലും ദൈവം തിരഞ്ഞെടുക്കുന്ന നേതാക്കൾ തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ഇവിടെ നമുക്ക് ആവശ്യപ്പെടാം. ഇതിനായി 1 തീമോഥെയോസ് 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ നേതാക്കൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടി ശാന്തവും സമാധാനപരവുമായ ജീവിതം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുൻപേ പ്രബോധിപ്പിക്കുന്നു. നമ്മുടെ നേതാക്കൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തെ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദേശീയ തലത്തിൽ തുടങ്ങി താഴ്ന്ന തലം വരെ ഇതിൽ ഉൾപ്പെടുന്നു.
ക്രിസ്ത്യാനികൾക്ക് സമാധാനത്തോടെ ജീവിക്കാനും ദൈവഭക്തിയിലും മാന്യതയിലുമുള്ള വിശ്വാസം പ്രാവർത്തികമാക്കുക എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം. ഇത് ദൈവഹിതമാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണ്. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നതിനാൽ നമ്മുടെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് പ്രധാനമാണ്. ദൈവത്തിന്റെ ഇഷ്ടം നാം ഭൂമിയിൽ ചെയ്യുമ്പോൾ അതിന് തടസ്സം നിൽക്കാത്തവരായിരിക്കണം നേതാക്കളായി വരേണ്ടത്. ഇങ്ങനെയുള്ള ദൈവഭക്തന്മാരെ തിരഞ്ഞെടുക്കുക, അതാണ് ആദ്യത്തെ തത്വം. ഇതിനായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ തിരഞ്ഞെടുപ്പ് ശരിയായി നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തുടർന്ന് ചെയ്യുന്നത് യാന്ത്രികമായി ദൈവവചന ലംഘനം മാത്രമായിരിക്കും. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നേതാക്കളെ അനുസരിക്കാൻ ദൈവവചനം പഠിപ്പിക്കുന്നു. അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എതിർക്കുന്നത് ദൈവത്തോടാണ്. ഇതാണ് ഇതിലെ പൂട്ട്. ഇത് തുറക്കാൻ ഒരു വഴിയുണ്ട്, ഒരു വഴി മാത്രം. അതായത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് കൃത്യമാക്കുക. രണ്ടാമത്തെ തത്വം നമ്മുടെ നേതാക്കൾക്ക് ബഹുമാനം നൽകുക എന്നതാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ കൃത്യത വേണം. ക്രിസ്ത്യാനികളോ ക്രിസ്ത്യാനികളല്ലാത്തവരുമായ ഓരോ വ്യക്തിയും തങ്ങളുടെ നേതാക്കളെ ബഹുമാനിക്കാനും അവരെ എതിർക്കാതിരിക്കാനും ദൈവം ആഗ്രഹിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ തത്വം. മത്തായി 5:9 അനുസരിച്ച് ക്രിസ്ത്യാനികൾ സമാധാനമുണ്ടാക്കുന്നവരായിരിക്കണം. കലാപങ്ങളും പ്രതിഷേധങ്ങളും എല്ലാ ചെറുത്തുനിൽപ്പുകളും അത് പ്രതിപക്ഷ പാർട്ടിയുടേതാണെങ്കിൽ പോലും ദൈവത്തിന് അത് പ്രീതികരമല്ല. റോമാലേഖനം 13:1-2 വരെയുള്ള വാക്യങ്ങളിൽ ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. അതായത് ഭരണാധികാരികൾ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടവരാണ്. 2, നമ്മുടെ നേതാക്കന്മാരെ എതിർക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തോടാണ് എതിർക്കുന്നത്. 3, നേതാക്കളെ എതിർക്കുന്നവർക്ക് ശിക്ഷയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതും നാം ശ്രദ്ധിക്കേണ്ടതാണ്. മത്തായി 22:21 സീസറിന് നൽകേണ്ടത് നൽകണമെന്ന് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. എന്തുകൊണ്ടാണിത്? കാരണം ദൈവം ആ സ്ഥാനത്തെ ബഹുമാനിക്കുന്നു. ആ സ്ഥാനം കൊടുത്തത് ദൈവമാണ്. ബഹുമാനം അർഹിക്കുന്നവരെ ബഹുമാനിക്കുന്നതിൽ നാം പരാജയപ്പെട്ടുപോയാൽ നാം ദൈവഹിതം ലംഘിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 13:7 അതേ ആശയം തന്നെയാണ് മത്തായി എഴുതിയ സുവിശേഷം 22:21 നാം കാണുന്നത്. റോമർ 13:7 പ്രധാനപ്പെട്ട വാക്കുകൾ ശ്രദ്ധിക്കുക. ചുങ്കം, നികുതി, ഭയം, മാനം, ബഹുമാനം. ഈ കാര്യങ്ങൾ നാം മനസ്സോടെ ചെയ്യണം. അതായത് മനസ്സോടെ നാം അർപ്പിക്കണം. അത് ദൈവഹിതമാണ്. നമ്മുടെ നേതാക്കളെ ചീത്ത പറയരുത് എന്ന് പ്രവർത്തികളുടെ പുസ്തകം 23:3-5 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. തിരഞ്ഞെടുക്കുന്നവരെ ബഹുമാനിക്കേണ്ടത് ദൈവനീതിയായതുകൊണ്ടാണ്. നമ്മുടെ നേതാക്കളെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കുക. ആദ്യത്തെ തത്വം മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മൾ കൃത്യമായി തിരഞ്ഞെടുക്കുക. അല്ല എങ്കിൽ അവരുടെ തുടർന്നുള്ള ദുഷിച്ച ഭരണത്തിൽ മനമെടുത്ത് അവർക്കെതിരെ നാം ശബ്ദമുയർത്തി ദൈവത്തോട് പാപം ചെയ്യേണ്ടതായി വരും. ഇതിനെ ഒഴിവാക്കാൻ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ കൃത്യത ഉണ്ടായിരിക്കണം. ഒരു ക്രിസ്ത്യാനി അവരുടെ സർക്കാരിനെയും അവരുടെ നേതാക്കളെയും അനുസരിക്കാത്ത ഒരേ ഒരു സമയം ദൈവം അനുവദിക്കുന്നത് അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാൻ നമ്മോട് കൽപ്പിക്കുമ്പോൾ മാത്രമാണ്. ദൈവത്തെക്കാൾ മുകളിലായി ആരെയും ഒരു നേതാവിനെയും അനുസരിക്കേണ്ട കാര്യമില്ലെന്ന് അപ്പോസ്തല പ്രവൃത്തി 4:19-22 വരെയുള്ള വാക്യങ്ങളും 5-27
32 വരെയുള്ള വാക്യങ്ങളും സ്പഷ്ടമായി തെളിയിച്ചു തരുന്നു. മൂന്നാമത്തെ തത്വം, തിന്മയെ അടിച്ചമർത്തുന്ന നേതാക്കളെ തിരഞ്ഞെടുക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 13 അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യം വോട്ട് ചെയ്യുമ്പോൾ നാം പിന്തുടരേണ്ട മൂന്നാമത്തെ തത്വത്തെ മനസ്സിലാക്കി തരുന്നു. ഒന്നാമതായി, ഗവൺമെന്റിന്റെ ഉദ്ദേശം തിന്മയെ അടിച്ചമർത്തലാണ്. 4 വാക്യത്തിലെ അവസാന വാചകം നമുക്ക് ഗവൺമെന്റിന്റെ ഉദ്ദേശം പറഞ്ഞു തരുന്നു. തിന്മ ചെയ്യുന്നവന്റെ മേൽ ശിക്ഷാ നടപടികൾ വരുത്തുന്നവനായിരിക്കണം ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ. തിന്മയെ അടിച്ചമർത്തുന്നതിൽ പരാജയപ്പെടുന്ന സർക്കാരുകൾ ദൈവം അവരെ സ്ഥാപിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്, ഉദ്ദേശ ലക്ഷ്യത്തെ ലംഘിക്കുകയാണ്. ദുഷ്ടനാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു നേതാവിനെ എന്തിനാണ് ദൈവം അനുവദിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചേക്കാം. ഒരു ദുഷ്ടനായ നേതാവ് പോലും തിന്മയെ അടിച്ചമർത്തുകയും വാസ്തവത്തിൽ ഒരു നല്ല നേതാവിനേക്കാൾ നന്നായി അത് ചെയ്യുകയും ചെയ്തേക്കാം എന്നതാണ് ഇതിന്റെ ഉത്തരം. തിന്മയെ അടിച്ചമർത്താത്ത രാഷ്ട്രങ്ങളും ഗവൺമെന്റ് നേതാക്കളും ഒടുവിൽ ദൈവത്താൽ നീക്കം ചെയ്യപ്പെടുകയോ ഉന്മൂലനാശം ചെയ്യപ്പെടുകയോ ചെയ്യും. പഴയ നിയമം ആവർത്തിച്ച് പറയുന്നുണ്ട്, ദൈവം ഇസ്രായേല്യരെയും വളരെ തിന്മയുള്ള മറ്റ് രാജ്യങ്ങളെയും ശിക്ഷിച്ചു എന്ന്. നമ്മുടെ രാജ്യത്തിൽ തിന്മ പെരുകി വരുന്നെങ്കിൽ ദൈവം നമ്മുടെ രാജ്യത്തെയും അതിന്റെ നേതാക്കളെയും വിധിക്കും. അതിനാൽ തിന്മയെ അടിച്ചമർത്താൻ പ്രതിജ്ഞാബദ്ധരായ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും നാം വോട്ട് ചെയ്യേണ്ടതുണ്ട്. തിന്മയെ സഹിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ നാം വോട്ട് ചെയ്യണം. അദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4ാമത്തെ തത്വത്തെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ദുഷ്ടരല്ലാത്ത നേതാക്കൾക്ക് നാം വോട്ട് ചെയ്യണമെന്ന് സദൃശ്യവാക്യം 28 അധ്യായം അതിന്റെ 15 വാക്യം നമ്മെ പ്രബോധിപ്പിക്കുന്നു. ദുഷ്ടനായ ഭരണാധികാരി അപകടകാരിയാണ്. സിംഹത്തോടും കരടിയോടും കൂടെ അവനെ ഉപമിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള നേതാക്കന്മാർക്കും പാർട്ടികൾക്കും ഒരിക്കലും വോട്ട് ചെയ്യരുത് എന്നതാണ് സന്ദേശം. ദുഷ്ടനായ ഭരണാധികാരി യഥാർത്ഥത്തിൽ ആളുകളോട് താല്പര്യം നടിച്ചേക്കാം, പക്ഷെ അവർ യഥാർത്ഥത്തിൽ ദരിദ്രരെ അടിച്ചമർത്തുന്നു. ഒരു നല്ല നേതാവിനെ ഒരു മോശം നേതാവിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് 2 കാര്യങ്ങളാണ്. ആദ്യത്തേത്, ഒരു നല്ല ഭരണാധികാരി നീതി പാലിക്കുകയും സത്യം അന്വേഷിക്കുകയും ചെയ്യുമെന്ന് സദൃശ്യവാക്യം 20 അധ്യായം 8 29 അധ്യായം 12 നമ്മെ പഠിപ്പിക്കുന്നു. വസ്തുനിഷ്ഠതയും ദുഷ്പ്രവർത്തികൾക്ക് ശിക്ഷയും വേണമെന്ന് ശഠിക്കുന്നത് നീതിമാനാണ്. അവൻ സത്യം പറയുന്നു, വാഗ്ദത്തങ്ങൾ പാലിക്കുന്നു. ബൈബിൾ തത്വങ്ങൾ നിരാകരിക്കുകയും ക്രിസ്ത്യൻ വിരുദ്ധത പുലർത്തുകയും ചെയ്യുന്ന ഭരണാധികാരികൾ ദുഷ്ടരായ ഭരണാധികാരികളാണ്. അതുകൊണ്ട് ദൈവത്തിലും വേദപുസ്തകത്തിലും നൽകിയിരിക്കുന്ന സത്യങ്ങളിലും വിശ്വസിക്കാത്ത വ്യക്തികൾക്ക്, സ്ഥാനാർത്ഥികൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യരുത്. എല്ലാ കാര്യങ്ങളെയും ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ, മിക്ക പൗരന്മാർക്കും അവരുടെ നേതാക്കളുടെ ഹൃദയം, നയങ്ങൾ എന്നിവ അറിയില്ല എന്നതാണ് സങ്കടകരമായ കാര്യം. തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി നേതാക്കൾ തങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾ മറച്ചുവെക്കുന്നത് സർവ്വസാധാരണമാണ്. അതിനാൽ ആദ്യത്തെ തത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തിനും അതിന്റെ നേതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വോട്ട് ചെയ്യണമെന്ന്, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ദൈവത്തിന്റെ മാർഗനിർദ്ദേശം ചോദിക്കുകയും വേണം. നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ ബഹുമാനിക്കുക എന്നതാണ് 2ാമത്തെ തത്വം. മത്തായി 22 അധ്യായം 21 റോമർ 13 അധ്യായം 1 മുതൽ 7 വരെയിലും നമ്മുടെ നേതാക്കളെ ബഹുമാനിക്കാൻ ദൈവം പറയുന്നു. യേശു മത്തായി 22 അധ്യായം 21 വാക്കുകൾ പറയുകയും പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 13 അധ്യായം 1 മുതൽ 7 വരെ എഴുതുകയും ചെയ്ത സമയത്ത് സീസർ റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്നു. അവൻ ഒരു ദുഷ്ടനായിരുന്നു. സീസറിന് കീഴിൽ ജീവിക്കുമ്പോഴും അവർ ഈ സീസറിനെ പോലും ബഹുമാനിച്ചിരുന്നു. കാരണം സർവാധികാരങ്ങളും ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് അവർ അറിഞ്ഞിരുന്നു. അതിനാൽ തിന്മയെ അടിച്ചമർത്തുന്ന നേതാക്കന്മാർക്ക് വോട്ട് ചെയ്യുക എന്നതാണ് 3ാമത്തെ തത്വം.
കാരണം ഗവൺമെന്റിന്റെ പ്രാഥമികവും പ്രധാനവുമായ ലക്ഷ്യം തിന്മയെ അടിച്ചമർത്തലാണ്. സാമൂഹിക പരിപാടികൾ, വാർദ്ധക്യ പെൻഷൻ, ആരോഗ്യ പരിപാലനം, മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയവ മാത്രം നൽകുന്നതല്ല. ക്രിസ്ത്യാനികളെ പിന്തുണയ്ക്കുന്നവർക്ക് മാത്രം വോട്ട് ചെയ്യുക എന്നതാണ് അവസാനത്തെ തത്വം. നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ നയിക്കട്ടെ. ആമേൻ.